അച്ഛനോടെ കിടക്ക്. എന്താ എന്താ പെട്ടെന്ന് ഇങ്ങനെ? TV ന്യൂസ് കണ്ടപ്പം മുതലൊരു തലചുറ്റല്. അയ്യേ, ഇത്രയേ ഉള്ളോ? ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. കൊല്ലം കുറയല്ലേ പറയാൻ തുടങ്ങിട്ട്. എന്നാലും പെട്ടെന്ന് വാർത്ത കേട്ടപ്പോൾ ജനിച്ചു വളർന്ന നാടല്ലേ, പെട്ടെന്ന് എല്ലാം ഇട്ടെറിഞ്ഞു പോകാന്ന് വെച്ചാൽ. അയ്യേ, ഇതാണോ? രണ്ടെണ്ണം വിട്ട ഇതൊന്നല്ലല്ലോ വീമ്പ് പറയല്. അതല്ലടാ, ഇനി എത്ര കാലാടാ ഞാൻ പുതിയൊരു സ്ഥലത്തോട്ടൊക്കെ പറിച്ചു നടുകാന്ന് പറഞ്ഞാൽ പഴമക്കാരല്ലേ ഞങ്ങള്. അച്ഛാ, ബൈപ്പാസ് വരുന്നോടുകൂടി കുടിയിറക്കപ്പെടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മള് ഭാഗ്യവാന്മാരല്ലേ. നിന്റെ ഊമക്കത്ത എല്ലാത്തിനും കാരണം കാരത്തോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പോലും കുരുക്കഴിച്ചപ്പോ സമാധാനമായല്ലോ. അമ്മേ, അതിനെന്താണ്? വീട് പോകുന്നുള്ളത് ശരി, പക്ഷെ റോഡ് വരുന്നതോട് കൂടിയിട്ട് ബാക്കിയുള്ള സ്ഥലത്തിന് 4 ഇരട്ടി വില കിട്ടും. ആ പൈസ കൊണ്ട് നമുക്ക് ഒന്നാം തരം ഒരു വീട് വാങ്ങാം. അച്ഛൻ സമാധാനായിട്ടിരിക്കും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ. നീ അങ്ങോട്ട് ചെല്ല്, മുത്തച്ഛൻ ലേശം മരുന്ന് കൊടുക്കട്ടെ. ചുമ മനസ്സിലായി, ഇതിനല്ലേ. എന്നാ വെള്ളം എടുത്തിട്ട് വാ. ഒരു 2 എണ്ണം അങ്ങോട്ട് വിട്. അപ്പൊ ബോധക്കടക്കണ പോകും. പിന്നെ മൊത്തടിച്ച് തീർക്കരുത്, എനിക്കും കൂടെ ബോധം കടള്ളതാണ്. ഒരു പൈന്റില് 2 ബോധക്കേടോ? നടക്കില്ല. അങ്ങനെ കായം കാണിക്കരുത്. അച്ഛാ, ഇറങ്ങാം. വരുന്നു. ഞങ്ങള് റെഡി. നിങ്ങളെങ്ങോട്ടാണ്? വീട് കാണാൻ. ഓ, അതിനൊന്നും ആയില്ലല്ലോ, ഞങ്ങളൊന്ന് പോയി കാണട്ടെ. എന്നാലും അങ്ങനെയല്ലല്ലോ, അവളുടെ താല്പര്യം കൂടി നോക്കണ്ടേ. ഒരു ഓട്ടോ വിളിച്ച് അവളെ കൂട്ടിക്കൊണ്ട് പോ. അതെ, എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വാ. നിങ്ങൾക്കല്ലേ വീട് ഇഷ്ടപ്പെടേണ്ടത്. ആന്നും വേണ്ട, ചാന്നും ശരിയാവില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇവിടെ വഷളാക്കാൻ നിൽക്കുന്നത്. ആ ദാമോദര മാഷോടെ വെയിറ്റ് ചെയ്യണം, നമുക്ക് പോയിട്ട് വരാം. എന്നാ പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ അകത്ത് കയറിയിരുന്നോ, ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് വരാം. വാ. എവിടേക്ക് പോകാന്ന് പറഞ്ഞാൽ കൂടെ അറിയിക്കോളൂ. പുറപ്പെട്ടു ഒരു കാര്യമില്ല. ചേട്ടാ, ആ പ്രമാണത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. കുഴപ്പമില്ല അല്ലപ്പാ? കൊള്ളാം കൊള്ളാം. കണ്ട ഒരു മനയൊക്കെ ഉണ്ട്. തരക്കേടില്ല, നല്ല വീട്. ഉറപ്പിച്ചോ? ഏകദേശം ഒരു ധാരണയായി. അടുത്ത ആഴ്ച എഴുതാന്നാ. അല്ല, മനസ്സിലായില്ല. ഞാൻ തമ്പി, വേലുത്തമ്പി. അല്ല, ഇവിടുത്തെ ഇത് സേവ്യർ കുബേര. അല്ല, കാലിനെന്ത് പറ്റി? റോഡ് മൊത്തം കെട്ടറല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. നിങ്ങൾ പുതിയതല്ലേ? അതെ. സാവധാനം ബോധ്യായിക്കോളും. ഏതായാലും ഇതുപോലൊരു വടിക്ക് ഓർഡർ ചെയ്ത് വെച്ച്. ഏതായാലും തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഒന്നും പറയുന്നില്ല. ജനമൈത്രി നഗറിലേക്ക് സുസ്വാഗതം. ഒരു പ്രധാന കാര്യം ചോദിച്ചോട്ടെ, ഇവിടത്തെ ബിവറേജ് കോർപ്പറേഷൻ എവിടെ? ആ വളവിലുണ്ട്, അവിടെ തന്നെ അല്ലേ? എന്തോന്നപ്പ ഇത്? ചുമ്മാ അല്ല, അവരാ വടി ഓർഡർ ചെയ്യാൻ പറഞ്ഞതിൽ എന്തോ ഒരു അപകട സൂചന ഉണ്ടല്ലോ. എന്തപകടം? അച്ഛൻ നോക്ക്, വല്ല കുഴപ്പമുണ്ട് ഈ റോഡിന്? കേരളത്തിലെ മറ്റുള്ള റോഡുകളെ വെച്ച് നോക്കുമ്പോ ഇതാണ് ഭേദം. ഇവന്മാര് വല്ല വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് കാണും. അപ്പൻ്റെ അത്രയും കപ്പാസിറ്റി കാണൂലല്ലോ. ഏതായാലും എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. എന്തോന്ന്? അടുത്തൊരു SI ഉള്ളതുകൊണ്ട് കള്ളന്മാരെ പേടിക്കണ്ട. ഓ, കള്ളന്മാരാ അപ്പ ഭേദം. മോഷണം മാത്രല്ലേ ഉള്ളൂ, ഭീഷണി ഇല്ലല്ലോ. ഈ അച്ഛനെ കൊണ്ട് തോറ്റു. വീടും ലൊക്കേഷനും അയൽവക്കൊന്നും അച്ഛന് പ്രശ്നമല്ല. വാക്കബിൾ ഡിസ്റ്റൻസിൽ ബിവറേജ് ഉണ്ടോ, അത് മതി. ആ മഞ്ജു, ഇതിനേക്കാ വലിയ വീടാ. നമുക്ക് 4 പേർക്കത് കൊട്ടാരാ. ഇത്തിരി പഴക്കമൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കോട്ട് പെയിന്റ് അടിച്ചാൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ പുറംപണിയൊക്കെ നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. നിനക്ക് സന്തോഷമുള്ളൊരു വാർത്തയുണ്ട്. നല്ല അടിപൊളി കിച്ചൺ, മോഡുലാ. എടീ, നീ കേൾക്കുന്നുണ്ടോ? ഉണ്ടേ. ഞാനെന്ത് പറയാനാ? നിങ്ങൾ കാണുന്നു, നിങ്ങൾ തീരുമാനിക്കുന്നു. പെണ്ണുങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ, അതല്ലേ നിങ്ങളുടെ കാഴ്ചപ്പാട്. നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലല്ലോ മഞ്ജു. ഈ ലോകത്ത് നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നെപ്പോലെ അറിയുന്ന വേറെ ആരാ ഉള്ളേ? ആ വീട്ടിൽ മുഴുവൻ ഞാൻ തരഞ്ഞത് നിന്റെ ഇഷ്ടങ്ങളായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ കണ്ടാ പോരേടി. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മളൊരു പുതിയ വീട് വാങ്ങുന്നത്. അപ്പൊ അത് കാണാൻ ഭർത്താവിനോടൊപ്പം പോവുക, അത് ഏതൊരു പെണ്ണിന്റെ മോഹമല്ലേ? കുട്ടിയേട്ടന്റെ സ്കൂട്ടറിന്റെ പുറകിലെ ഒട്ടിപ്പിടിച്ചിരുന്ന. നീ എന്താടി കൊച്ചുകുട്ടികളെ പോലെ? അച്ഛനെ കൊണ്ടുപോയത് അതിന്റെ പ്രശ്നം? വയസ്സായ ആളല്ലേ, വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അച്ഛൻ വിഷമിക്കുന്നത് കുട്ടിയേട്ടന് സഹിക്കില്ല. എന്റെ ഫീലിങ്സ് ആർക്കും ഒരു പ്രശ്നമല്ല. അയ്യേ, നിന്റെ മനസ്സിൽ ഇതൊക്കെയാണോ?
നിനക്ക് എന്താ ഇവിടെ ഒരു കുറവ്? ഏയ് എനിക്ക് ഒരു കുറവുമില്ല, സന്തോഷമാണ്. രാവിലെ എണീക്കുക, അടുക്കള കയറുക, വെക്കുക, വിളമ്പുക, കഴിക്കുക. അഭിപ്രായങ്ങൾ മാത്രം പറയാൻ പാടില്ല. അതാണല്ലോ ഭാര്യ, അതാണല്ലോ സ്ത്രീ. നീ കൂടുതൽ പറഞ്ഞാലേ ഇങ്ങോട്ട് തിരിഞ്ഞെടുക്ക് മഞ്ജു. കൊഞ്ചല്ലേ പിന്നെ ഭാര്യകളെ കൂട്ടാതിരുന്നത്. ആള് കൂടുന്നിടത്തൊന്നും അവള് വരത്തില്ലെന്നേ. എല്ലാവരും ബാച്ചിലേഴ്സ് ആയിട്ടാണല്ലോ, ഭാര്യമാരൊന്നും ഇല്ലേ? അവരൊക്കെ ഭയങ്കര തിരക്കിലല്ലേ. ജനറൽ ബോഡി, ലോക്കൽ മീറ്റിംഗ്, സംസ്ഥാന സമ്മേളനം, ഒന്നും പറയണ്ട. ഒരു പുതിയ ഫാമിലിയെ കിട്ടിയതിന്റെ ത്രില്ലില്ല അവര്. അതുകൊണ്ട് എത്ര പാതിരാത്രി ആയാലും അവരിങ്ങോട്ട് എത്തും. ബാലനോ? അച്ഛാ ബാലൻ. ആ ബാല, അപ്പൊ എന്താ അമ്മ വിഷയം കൂട്ടായിരുന്നല്ലേ? അവരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമോ? അച്ഛാ ഹേയ് ബാമി. എല്ലാരും വന്നല്ലോ, എന്നാ പിന്നെ താമസിക്കണം, നമുക്ക് ചടങ്ങ് തുടങ്ങാം. വന്നാട്ടെ വന്നാട്ടെ. തുടങ്ങല്ലേ ചടങ്ങ് നടക്കട്ടെ. ബാമേ, അമ്മ കൊടുത്തു. വേണ്ട, മോള് കൊടുത്തിട്ടെ. ഐശ്വര്യമുള്ള ഒരാൾ കോളത്തിട്ട അപ്പൊ അതല്ലേ നല്ലത്. ചുമ്മാ ഇരിക്കണം. ഒരു നല്ല കാര്യം നടക്കുമ്പോ അവളെ ഇളക്കാതെ. അമ്മേ, അമ്മ വാ. വേണ്ട, അമ്മേ, ഒരു നല്ല കാര്യത്തിന് വിളിച്ചാലും എത്ര വലിയ പാട്. അയ്യോ, ഇനി ഞാൻ നിന്നാ പണി കിട്ടും. ഇന്നും ബാങ്കിൽ പോണോ നിനക്ക്? സ്റ്റാഫ് രണ്ടും കണക്കാച്ചാ. ഇനി ചെല്ലുമ്പോ അറിയാ എന്തൊക്കെ പുകല ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന്. അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ എല്ലാരോടും അച്ഛാ. ആ അമ്മേ, മോള് പായസം നോക്കിക്കൊള്ളണേ. സോറി ട്ടോ, ലേറ്റ് ആയി. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബൈ ദ ബൈ, ആരാ ഫ്രണ്ടിലിരിക്കുന്ന മോപ്പിൾസ്? ആ, ഒന്ന് എന്റെ അച്ഛന്, വണ്ണമുള്ളയാൾ ചേട്ടന്റെ അച്ഛൻ. ഈ കിളവന്മാരൊക്കെ വെറും വേസ്റ്റാ. പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യണം. വാ. ഇവരൊക്കെ ആരാ? അയലോക്കക്കാരാ. ഇണക്കവും പത്രാസും ഒക്കെ കണ്ടിട്ട് കുഴപ്പക്കാരാണെന്നാ തോന്നുന്നു. ഓ, അയ്യോ, പുറത്തുനിന്ന് കണ്ടപ്പോ ചെറുതാണെങ്കിലും നല്ല വീടാണെന്ന് തോന്നി. പക്ഷേ അടുക്കള വന്നപ്പോ സകല ഇംപ്രഷനും പോയി. അതെന്നെ, നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. ഇന്നത്തെ കാലത്ത് യൂട്ടിലിറ്റി ഏരിയ ഇല്ലാത്ത ഒരു കിച്ചൺ സങ്കല്പിക്കാനേ വയ്യ. അയ്യോ, ഇറ്റ്സ് ഹൊറിബിൾ. വീട് കാണാൻ വന്നപ്പോ മഞ്ജു ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? ഞാനല്ല വന്നത്, കുട്ടിയേട്ടനും അച്ഛനും കൂടിയാ. നെവർ മൈൻഡ് മഞ്ജു, കുറച്ചു കാലം താമസിച്ചു കഴിഞ്ഞ് ഈ തങ്ങ ഇടിച്ചു പൊളിച്ച് കളഞ്ഞാ മതി. പുള്ളിക്കാരൻ ആളെങ്ങനെയാ? റിസപ്റ്റീവ് ആണോ? എല്ലാ കാര്യത്തിലും മഞ്ജുവിന്റെ അഭിപ്രായം കൂടി ചോദിക്കാറുണ്ടോ? മുഖം മനസ്സിന്റെ കണ്ണാടിന്നാണ്. അങ്ങനെയല്ല, എല്ലാത്തിനും ഞാൻ എന്റെ സജഷൻസ് പറയും. പക്ഷേ പുള്ളിക്കാരൻ പിടിച്ച മുയലിന് 3 കൊമ്പ. അതല്ലേ സത്യം? അങ്ങനല്ല. നോക്ക് മഞ്ജു, ഇത് മഞ്ജുവിന്റെ മാത്രം പ്രശ്നമല്ല. അടിച്ചമർത്തപ്പെട്ട ഭാര്യ, അതൊരു ആഗോള പ്രതിഭാസമാണ്. സ്ത്രീകൾ സംഘടിക്കുക, അത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം. സമാന ചിന്താഗതികളുള്ള സ്ത്രീകൾ കൈകോർക്കുക. ഈ ആശയത്തിൽ നിന്നും ജന്മം കൊണ്ടതാണ് സ്ത്രീ സമത്വവേദി എന്ന പ്രസ്ഥാനം. സ്ത്രീയും പുരുഷനും സമാസമം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഗംഗേ, നീ നമ്മുടെ ബ്രോഷറിംഗ് എടുത്തോ. മഞ്ജു, സമയം കിട്ടുമ്പോ ഇതൊന്നും മനസ്സിരുത്തി വായിക്കേ. ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ത്രില്ലിംഗ് ടു. അതെ മഞ്ജു, ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത ഇതോടെ അങ്ങ് ഉപേക്ഷിച്ചേക്കാം. ഏത് പാതിരാത്രിക്കും എന്താവശ്യത്തിനും വിളിച്ചാ മതി, ഞങ്ങളുണ്ടാവും കൂടെ. ബൈ ദ വേ മഞ്ജു, നെക്സ്റ്റ് മന്ത് മീറ്റിംഗ് എന്റെ വീട്ടിൽ വെച്ചാ. പ്ലീസ് ഡു ഡ്രോപ്പ് ഇൻ, ഓക്കെ? സാറ്റർഡേ 23 ഡേറ്റ് മറക്കണ്ട. ഓക്കെ ഡാർലിംഗ്, സീ യു. ബൈ. Okay, bye. ബൈ. ബൈ മഞ്ജു. ബൈ മഞ്ജു. പാവം കുട്ടിയല്ലേ? അതെ അതെ. സ്ത്രീ പുരുഷന്റെ അടിമയല്ല, സ്ത്രീ അബലയുമല്ല. വെക്കാനും വിളമ്പാനും മാത്രമല്ല സ്ത്രീ ജന്മം. സ്ത്രീകൾക്കെതിരെ എന്ത് അതിക്രമം ഉണ്ടായാലും ഞങ്ങൾ അതിൽ ഇടപെട്ടിരിക്കും. മഞ്ജുവിനെ കാണുന്നില്ലല്ലോ. വരും, വരാതിരിക്കില്ല. നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതല്ലേ? വിദ്യാഭ്യാസവും ലോകപരിചയമൊക്കെ ഉള്ള ആളല്ലേ? വരും വരും.
പുരുഷ മേധാവിത്വത്തിന്റെ ഒരു ചെറു സൂചനയെങ്കിലും അത് വീട്ടിലാവട്ടെ ജോലി സ്ഥലത്താവട്ടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം നമ്മൾ പ്രതികരിച്ചിരിക്കണം. നാം ഇനി ഒരടി പിന്നോട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നു. ജയ് നാരി. അടുത്തതായി ഗംഗാദേവി. ദേ മഞ്ജു വരുന്നു. മഞ്ജു വാ, എന്താ ഇവിടെ നിക്കണേ? വാ വാന്നേ. ഹായ്, സ്ത്രീ സമത്വ വേദിയിലേക്ക് സ്വാഗതം. ഹാർട്ടി വെൽക്കം. താങ്ക് യു. ഐ ആം സോ ഹാപ്പി. താങ്ക് യു. വാ, വരൂ പ്ലീസ്. ഇനി കർമ്മ പരിപാടിയിലേക്ക് കടക്കാം. ഈ നിരോക്ഷയുടെ പ്രശ്നം ആകെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇവള് കംപ്ലൈന്റ് ഒപ്പിട്ട് തരണ്ടേ? മാഡം പ്ലീസ് ഗിവ് മീ സം മോർ ടൈം. ഗോവിന്ദൻകുട്ടിന്ന് കേൾക്കുമ്പോഴേ ഇവളുടെ മുട്ടിടിക്കും. പടക്കളത്തിൽ ശങ്കിച്ചു നിൽക്കുന്ന പോരാളി പരാജയപ്പെടാം, ചിലപ്പോൾ കൊല്ലപ്പെടാം. ഏത് ഗോവിന്ദൻകുട്ടിയുടെ കാര്യ? നിരോഷ് വർക്ക് ചെയ്യുന്ന ബാങ്കിന്റെ മാനേജർ, ഒരു ഞരമ്പ് രോഗി, കാഴ്ചപ്പാട് ഗോവിന്ദൻകുട്ടി. ഇപ്പൊ ഇങ്ങ് വന്നല്ലേ ഉള്ളൂ. അതല്ല, ചേട്ടൻ വരാറായി. അയാൾ വരുവോ പോവോ ചെയ്യട്ടെ, മഞ്ജുനെന്താ? കെട്ടിയാൻ തല്ലുവെന്ന് പേടിയുണ്ടോ? വെട്ടി ഞങ്ങള്. മഞ്ജുവിന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീണ ആ കൈ ഞങ്ങൾ വെട്ടും. മോളെ മഞ്ജു, ഇനി നീ ഒറ്റയ്ക്കല്ല. നമ്മളെല്ലാം ഒന്നാ. യെസ്. വെക്കി മഞ്ജു. ആ മഞ്ജു ഹസ്ബൻഡ് പേര് പറഞ്ഞില്ല. ഗോവിന്ദൻകുട്ടി. കാഴ്ചപ്പാട് ഗോവിന്ദൻകുട്ടി. നീ എന്താ ഇവിടെ? ഗംഗയുടെ അടുത്ത് വന്നതാ. ആ വാ കേറ്. പോകാം. അപ്പൊ അയാളാണ് ഇയാള്. സംഗതി എളുപ്പമായി. തപ്പിപ്പോണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ അതെ, പുലിമടയിൽ വിരുന്ന് വന്ന മാൻകുട്ടി. നോ ടൈം ടു വേസ്റ്റ്. അറ്റാക്ക്. എന്താടോ കഴുകിയിട്ടും തീരുന്നില്ലേ? നമ്മുടെ സഹായം വല്ലതും വേണോ ആവോ? അയ്യോ വേണ്ടായേ, ഓ നമുക്ക് തല്ലുകൊള്ളാനൊന്നും വയ്യേ. അപ്പൊ അതാണ് കാര്യം. പുത്തൻ കൂട്ടുകാരികളെ തല്ലി ഇറക്കിയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നിങ്ങൾക്ക് സ്ത്രീവർഗത്തോട് തന്നെ പകയും പുച്ഛവുമാണ്. വിഷമാ നിങ്ങളുടെ മനസ്സില്. ആ പെണ്ണുങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോ ആരായി? ഫസ്റ്റ് പെണ്ണുങ്ങള് വീട്ടുജോലികളില് ഭർത്താവ് ഭാര്യയെ സഹായിക്കണമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അത്രയല്ലേ ഉള്ളൂ. വീട്ടുജോലിക്ക് ഒരാളെയാണ് ആവശ്യമായിരുന്നതെങ്കിൽ പിന്നെന്തിനാ വെറുതെ എന്നെ കല്യാണം കഴിക്കാൻ പോയത്? ഒരു സെർവന്റ് നിർത്തിയ പോരായിരുന്നോ? എടീ, എന്റെ ശാരീരിക സുഖത്തിനുള്ള ഒരു ഉപാധിയായിട്ടോ വീട്ടുജോലിക്കുള്ള ഒരു അടിമയായിട്ടോ ഒന്നും അല്ല ഞാൻ നിന്നെ കൂടെ കൂട്ടിയത്. എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെക്കാനുള്ള ഒരു കൂട്ടുകാരി, അങ്ങനെ ഞാൻ കരുതിയിട്ടുള്ളൂ. എന്നാ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു ജോലിക്കാരിയെക്കാളും താഴെയാ എനിക്ക് ഈ വീട്ടിലെ സ്ഥാനം. വെറുതെ കയ്യും വീശി കയറി വന്നോളൊന്നും അല്ല ഞാൻ. ഓ അതെ അതെ അതെ, നിന്റെ അപ്പം ഗംഗാധരൻ തന്ന പണം കൊണ്ടാ ഞാൻ ഓടി കാറും ബംഗ്ലാവൊക്കെ വാങ്ങിച്ചത്. ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, പെണ്ണെന്ന വർഗത്തിന്റെ 4, 3, 7 കായോണ്ടിങ് വന്ന് കയറും. എന്നിട്ട് അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഓരോ അണക്കും കണക്ക് കുറയും. കെട്ടിയോന്റെ കീശയിലെ കാശ് കൊണ്ട് കണ്ട സ്വർണ്ണക്കടയും തുണിക്കടയും ഒക്കെ കയറി നിരങ്ങും. ആ കാശിനൊന്നും ഒരു വിലയില്ല, ഒരു കണക്കുമില്ല. ഇന്നലെ വരെ ഈ വീട്ടിൽ എന്റേതെന്നോ നിന്റേതെന്നോ ഒരു തരംതിരിവില്ലായിരുന്നു. ഇപ്പോ അതുമായി. നന്നായി. ഹലോ ഹലോ, എന്താ ഇത്? കറണ്ട് പോവാൻ കണ്ട സമയം. നീ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഒന്ന് വിളിക്കുവോ യശോദേ? അവന്മാര് ഫോൺ എടുത്ത് മാറ്റി വെച്ചേക്കുക. ഇത് അവന്മാരുടെ സ്ഥിരം പരിപാടിയാ. എടി സിസിലി, എന്നാ നീ നിന്റെ ഭർത്താവിനൊന്ന് വിളിക്കേ. അയ്യേ, നാണോ ഇല്ലേ? ചോദിക്കുന്നതിനൊക്കെ ഒരു അന്തസ്സില്ലേ? സമാസമം 50-50 വായിട്ട് വീമ്പിളക്കിട്ട്. ഇക്കാര്യത്തിൽ ഇത്ര നാണം കെട്ടാലും കുഴപ്പമില്ലെന്ന് എന്റെ അഭിപ്രായം. കറണ്ടില്ലാതെ എങ്ങനെ കിടന്നുറങ്ങാനാ? വേണ്ട, ഒരുത്തനെയും താങ്ങാൻ പോണ്ട. നിങ്ങൾ എല്ലാവരും കൂടെ ആ ഏണി ഒന്ന് പിടിച്ചു തന്നാ മതി. ഫ്യൂസ് കെട്ടുന്ന കാര്യം ഞാൻ ഏറ്റു. പതുക്കെ പതുക്കെ. ആ സൂക്ഷിച്ച്. വച്ചോ? അയ്യോ
ഫയർഫോഴ്സ് വരുന്നേ.